1984 തൃശ്ശൂർ ജില്ലയിൽ നന്ദിലത്ത് എൻ്റർപ്രൈസസ് എന്ന ചെറിയൊരു സ്ഥാപനത്തിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായ ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്ന ഈ വലിയ പ്രസ്ഥാനമായി ഇത് മാറിയത്. ഒരു 22 വയസ്സുകാരൻ്റെ സ്വപ്നം, ആ സ്വപ്നം വളർന്ന് വലിയ ഒരു സാമ്രാജ്യമായി തന്നെ മാറുകയാണുണ്ടായത്. എങ്ങനെയൊക്കെയാണ് ഈ ഗോപു നന്ദിലത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ എന്ന് ഗോപു നന്ദിലത്ത്, ഇതിൻ്റെ ചെയർമാൻ ഗോപു നന്ദിലത്ത് തന്നെ നമ്മളോട് പറയും. 22 വയസ്സുകാരൻ നന്ദിലത്ത് എൻ്റർപ്രൈസസ് എന്ന ഒരു സ്ഥാപനം തൃശ്ശൂരിൽ തുടങ്ങുന്നു. അതിനുശേഷമുള്ള ഈ 40 വർഷം എങ്ങനെയാണ് സാർ അത് നോക്കിക്കാണുന്നത്? ഗോപു നന്ദിലത്ത് ജി മാർട്ട് ആദ്യമായി ആരംഭിക്കുന്നത് നന്ദിലത്ത് ഏജൻസീസ് എന്നൊരു സ്ഥാപനമായിട്ടാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് ഉത്ഭവിച്ച്, തൃശ്ശൂരിൻ്റെ കുറുപ്പ റോഡിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സ്ഥാപനമാണ്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് അന്ന് കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളുടെ കാലഘട്ടമാണ്. 1982, 83, 84 കാലഘട്ടം എന്ന് പറഞ്ഞ്. അതിനുശേഷം പിന്നെ കളർ ടി വി വന്നു. ഈ കാലഘട്ടത്തിൽ ബിസിനസ് തുടങ്ങി ഞങ്ങളുടെ ബിസിനസ് വിജയിപ്പിച്ച വ്യക്തിയാണ്. 2004 ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്ന കൺസെപ്റ്റിലൂടെ വരുന്നത്. 2004-05 കാലഘട്ടത്തിൽ ഗോപു നന്ദിലത്ത് ജി മാർട്ട് തൃശ്ശൂരിലെ പൂങ്കുന്നം എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ലാർജ് സ്കെയിൽ 25,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഷോറൂം തുടങ്ങി. അന്ന് കാലത്തൊക്കെ 25,000 സ്ക്വയർ ഫീറ്റ് ഷോറൂം തുടങ്ങുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത്രയും വലിയ ഷോറൂം എങ്ങനെ വിജയിപ്പിച്ചെടുക്കുന്നു? എനിക്ക് എൻ്റെ മനസ്സിലൊരു ദൃഢവിശ്വാസമുണ്ട്, എൻ്റെ കസ്റ്റമർ എന്നെ കൈവിടില്ല എന്നുള്ളത്. അന്ന് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് 50ഓളം സ്ഥാപനം എത്തിപ്പെട്ടിരിക്കുകയാണ്. 50ാമത്തെ ഷോറൂം എല്ലാ കസ്റ്റമറുടെയും ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ 50ാമത്തെ ഷോറൂം കണ്ണൂരിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു. അത് വലിയൊരു പ്രത്യേകതയാണ്. സാർ, ഈ സമയത്തൊക്കെ തുടങ്ങിയ പല ഇല്ല ഈ 40 വർഷം, അതോടൊപ്പം തന്നെ 5 കൂറുകളായുള്ള 5 കോടിയോളം കസ്റ്റമേഴ്സ്. സാറും ഈ ഇൻട്രാക്ഷൻ എങ്ങനെയാ, ഏത് രീതിയിലായിരുന്നു അവരോട്? എങ്ങനെയാണ് ഗോപു നന്ദിലത്ത് എന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി തലമുറകളുടെ കണ്ണിക്ക് മാറ്റിയതിന്റെ രഹസ്യം എന്താണ്? ഗോപു നന്ദിലത്ത് ജി മാർട്ട് ബിസിനസ് തുടങ്ങിയ കാലഘട്ടത്തിൽ വളരെയധികം കടുത്തമായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാത്രമല്ല, അന്നൊക്കെ ഭയങ്കര മത്സരങ്ങളാണ് മാർക്കറ്റിൽ. നിൽക്കാൻ പറ്റുന്ന കടുത്ത മത്സരങ്ങളോട് ഡീൽസ് അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. കാരണം എന്താ, ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ 3-4 വളരെ പ്രധാനമാണ്. 1 സത്യസന്ധത, 2 ഏറ്റവും നല്ല സെലക്ഷൻ, ഏറ്റവും വില കുറവ്, വിൽപ്പനാന്തര സേവനം, ഏറ്റവും നല്ല ബ്രാൻഡിങ്. ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. മുദ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറവ്, ഏറ്റവും വൈഡ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കപ്പെടുന്ന ആഫ്റ്റർ സെയിൽസ് സർവീസിന് വേണ്ടി കസ്റ്റമർക്ക് എത്ര നഷ്ടം വന്നാലും ശരി ഗോപു സാർ അത് മാറ്റി കൊടുക്കും കസ്റ്റമേഴ്സിന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കസ്റ്റമറാണ് നമ്മുടെ വലുത്. കസ്റ്റമർ ഉണ്ടെങ്കിൽ സ്ഥാപനം ഉള്ളൂ, സ്ഥാപനം ഉണ്ടെങ്കിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവുള്ളൂ. തൊഴിലാളികൾക്ക് തൊഴിലും എതും കൊടുത്താൽ മാത്രമേ എൻ്റെ സ്ഥാപനം വിജയിക്കുകയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച് സ്ഥാപനത്തിൽ വളരെയധികം എന്താ പറയുക, കസ്റ്റമേഴ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഗോപു സാറിന് 10 രൂപ ലാഭം ഉണ്ടെങ്കിൽ അതിൽ 8 രൂപയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി സ്കീമുകളും ഓഫറുകളും ഗിഫ്റ്റുകളുമായി നൽകുന്ന ഒരു സ്ഥാപനമാണ് നന്ദിലത്ത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ സ്ഥാപനം, അല്ലെങ്കിൽ ഞങ്ങളുടെ കേരളത്തിലെ മലയാളികളുടെ ഒരു സ്ഥാപനമായി മാറ്റാൻ എനിക്ക് സാധിച്ചു. ജി മാർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്ന് പറഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്കും ഇലക്ട്രോണിക്കിൻ്റെ നാമത്തിൽ തേടി വരുന്നൊരു പേരായി മാറ്റാൻ എനിക്കത് സാധിച്ചു. അത് കേരളത്തിലെ നല്ലവരായ എൻ്റെ കസ്റ്റമറാണ് അതിനെ എനിക്ക് മുൻകൈ എടുത്ത് തന്നിരിക്കുന്നത്. കസ്റ്റമറോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു ആ കാര്യത്തിൽ. ഈ ലോകമെമ്പാടുമുള്ള ബ്രാൻഡുകൾ, ആ ബ്രാൻഡുകളുടെ ഉടമകളുമായൊക്കെ വലിയ തോതിലുള്ള ബന്ധം, ആ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത്, അത് സ്ഥാപിച്ചതുമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ന് മാർക്കറ്റിൽ ഭയങ്കരമായ ശക്തിയായ മത്സരം നടക്കുന്നൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ നമ്മൾ അതിജീവിക്കുക, അല്ലെങ്കിൽ നേടുക, മുന്നേറുക, അല്ലെങ്കിൽ ഇത്രയും ബഹിരാഷ്ട്ര കുത്തകളുടെ അന്നത്തെ കാലത്തെ വരവുകൾ കണ്ടമാനം ഉണ്ടായിരുന്നു. ആ കമ്പനികൾ പലതും ഇല്ലാണ്ടായി. പക്ഷേ ഇന്ത്യൻ നിർമ്മിത വിദേശ നിർമ്മിതമായ ഒട്ടധികം കമ്പനികളുടെ നമ്മൾ ബൾക്ക് പർച്ചേസിങ് ചെയ്ത് മാത്രമല്ല ബൾക്ക് പർച്ചേസ് ചെയ്ത് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 3/4 പങ്കും നമ്മൾ മാക്സിമം കസ്റ്റമറിലൂടെ കൊടുക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ ലാഭം എടുക്കുന്നുണ്ടല്ല, നമ്മൾ തുച്ഛമായ ലാഭം എടുത്തുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വലിയ വലിയ കമ്പനികളായിട്ട്
നല്ല രീതിയിൽ ഓഫ് ടേക്ക് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയുടെ 100 പീസ് മേടിക്കുന്ന പകരം 10,000 പീസോ 1,00,000 പീസോ ഒക്കെ നമുക്ക് വിറ്റഴിക്കാൻ നമുക്ക് പറ്റും. എന്തായാലും ഈ 50 സ്ഥാപനത്തോടെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നതുകൊണ്ട് അത്രയും കമ്പനികളായിട്ട് ഡയറക്റ്റ് പർച്ചേസ്, കമ്പനികളുടെ VP ആയിട്ടും വൈസ് പ്രസിഡന്റ്മാരായിട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ MD-മാരായിട്ടും അല്ലെങ്കിൽ അവരെ ഓരോ വ്യക്തികളായിട്ടും നേരിട്ടുള്ള ബന്ധം, ആത്മബന്ധം എനിക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിക് മാർക്കറ്റിൽ ഗോപുനന്ദിലത്തിന് ഇത്രയും വിജയിക്കാൻ സാധിച്ചത്. മാത്രമല്ല ഗോപുനന്ദിൽ ജിമാർട്ട് ഇന്ന് ഒട്ടുമിക്ക കമ്പനികളിലെയും സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമാണ്, നമ്പർ 1 ഡീലറും കൂടിയാണ്. ചില കമ്പനികളിലെ ഓൾ ഇന്ത്യ നമ്പർ 1 നമ്പർ 2 ഡീലറാണ്. ഇതൊക്കെ ആവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും അധികം വിൽപ്പന നമ്മൾ നടത്തുന്നു, ഏറ്റവും അധികം സെലക്ഷൻ കൊടുക്കുന്നു, ഏറ്റവും അധികം പ്രൈസ് കൊടുക്കുന്നു. പ്രൈസ് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഏറ്റവും ത്രോയിങ് പ്രൈസ് എന്ന് പറയും, അതുപോലത്തെ പ്രൈസാണ് ഗോപുനന്ദി ജിമാർട്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഷോറൂമിൽ 20% വരെ ഗൃഹോപകരണങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് വന്നാലും അല്ലെങ്കിൽ ഒരു ഏത് തരത്തിൽക്കാർക്ക് വന്നാലും അവർക്ക് അവരുടെ മനസ്സിനടങ്ങിയ റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ TVയോ LED-യോ AC-യോ അല്ലെങ്കിൽ സ്മോൾ അപ്ലയൻസോ മൊബൈലോ ലാപ്ടോപ്പോ എന്തും പർച്ചേസ് ചെയ്യാം. എല്ലാത്തിലും അതിൻ്റെ MRPയും അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസും ഞങ്ങൾ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും സ്ട്രേറ്റ് ഫോർവേഡ് ബിസിനസ്സുകാരനാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് കസ്റ്റമറുടെ അടുത്ത് പറയും ഇതാണ് എൻ്റെ വില, ഇതാണ് ഡിസ്കൗണ്ട്. മാർക്കറ്റിൽ ആര് തരുന്നേക്കാളും വില കുറവ് ഗോപുനന്ദി ജിമാർട്ടിന് നൽകാൻ സാധിക്കും. അത് ചാലഞ്ചാണ് പ്രൈസ്. പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഗോപുനന്ദിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് 5 വർഷമോ 10 വർഷമായിട്ട് എന്തെങ്കിലും സർവീസ് ഇഷ്യൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ കമ്പനിക്കാരോട് പറഞ്ഞ് അത് മാറി കൊടുക്കാനും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു പീസ് വിൽക്കുമ്പോൾ ഒരു പീസ് 10ഓ 100ഓ പീസോ മാറ്റി കൊടുക്കാൻ കമ്പനി പറഞ്ഞാൽ അവർ തീർച്ചയായും സഹകരിക്കും. അതാണ് ഗോപുനന്ദി ജിമാർട്ടിൻ്റെ വിജയ രഹസ്യം. ഈ കേരളത്തിൽ എല്ലായിടത്തുമാണ് ഇപ്പോൾ ഗോപുനന്ദിലത്ത്. നമ്മൾ മക്കളോട് ചോദിച്ചു, അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയത്. അച്ഛനാണ് നമ്മുടെ മാർഗദർശി. അച്ഛൻ ഏത് വഴിയിലാണോ സഞ്ചരിച്ചിട്ടുള്ളത് ആ വഴിയിലൂടെ തന്നെ ഞങ്ങളും സഞ്ചരിക്കുമെന്ന് ഐശ്വര്യയും അതോടൊപ്പം തന്നെ അർജുനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞ മറ്റൊരു കാര്യം, അച്ഛൻ ഞങ്ങളെക്കാൾ സ്നേഹിച്ചതാണ് ഈ ഗോപുനന്ദിലത്ത് എന്ന ഈ പ്രസ്ഥാനത്തെ എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ മകൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ സ്ഥാപനത്തെയും താങ്കൾ കണ്ടു വളർത്തി. കേരളമാണ് കേരളത്തിൽ മാത്രം എന്നുള്ളതിന് പകരം ഇന്ത്യയിലെമ്പാടും, ഇന്ത്യയിൽ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഗോപുനന്ദി ജിമാർട്ടിൻ്റെ ഷോറൂംസ് ഉണ്ടായാലും മാത്രമേ അതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പരസ്യവാചകം തന്നെയാണ് ഗോപുനന്ദി ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഞാൻ പരസ്യം കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേരളത്തിൽ എല്ലായിടത്തും. തീർച്ചയായും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗോപുനന്ദി ജിമാർട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. ഒരു ജില്ലയിൽ 6-7 ഷോറൂം വരെയുള്ള പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ ഇപ്പോൾ 2ാമത്തെ ഷോറൂമാണ്. ഇനി അടുത്ത് ഞങ്ങൾ തളിപ്പറമ്പ് വരുന്നുണ്ട്, അപ്പോൾ 3ാമത്തെ ഷോറൂം വരാമോ. അപ്പോൾ അങ്ങനെ എല്ലാ ജില്ലകളിലും എവരി 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾക്ക് ഒരു ജിമാർട്ട് കാണും. അതാണ് എൻ്റെ ലക്ഷ്യം, ഗോപുനന്ദി ജിമാർട്ട്. അതുകൊണ്ടാണ് 50 ഷോറൂം കേരളത്തിലുടനീളം നമ്മൾ തുടങ്ങാൻ സാധിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയതും. ഇനി ഇന്ത്യയിലുടനീളം അത് മക്കളുടെ ഒരു സ്വപ്നത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. തീർച്ചയായും മക്കൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഇത്രയും 50 ഷോറൂം തുടങ്ങാൻ പറ്റിയത് അച്ഛൻ വളരെയധികം ബുദ്ധിമുട്ടി ബിസിനസ്സിൽ വന്നുകൊണ്ട് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് വൺമാൻ ഷോയിൽ വന്നൊരു സ്ഥാപനമാണ്. അതിനുശേഷമാണ് എല്ലാവരും വന്ന് നമ്മുടെ കൂടെ കൂടി. അതിനുശേഷം നമ്മളെല്ലാം ഗ്രൂപ്പിന് കംപ്ലീറ്റ് വളരാനുള്ള സൗകര്യം ഉണ്ടായി. പക്ഷേ ആ ഗ്രൂപ്പ് വളർന്നതോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള ഇതുവരെ എനിക്ക് സർവീസിന് ശക്തി തന്നു ഈശ്വരൻ. നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പൻ, അതിലുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഇത്രയും നമ്മുടെ കഴിവില്ല, താൻ പാതി ദൈവൻ പാതി എന്നുള്ളൊരു കഴിവാണ് നടത്താൻ പറ്റി. ഇനി എന്തായാലും മക്കൾ പുതിയൊരു രൂപത്തിൽ നന്ദില ജിമാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം അവരടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെയും ചുമതലക്കാരായി അവരിഞ്ഞ് 50-ൽ നിന്ന് അത് 100-ലേക്ക് 150-ലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 13,000-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും അത്രയും ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കേരളം എന്നുള്ളത്. ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരിടം എന്നുള്ള രീതിയിലൊക്കെ പ്രചരണമൊക്കെ നടന്ന ഘട്ടം കൂട്ടിയുണ്ട്. ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് ഇവിടെ നിന്നും മാറിപ്പോകുന്ന സന്ദർഭം വരെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളം എന്നുള്ള ആ ഒരു എന്താണ് പിറന്ന നാടിനോടുള്ള ഒരു സ്നേഹം എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് സത്യസന്ധമായി ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കേരളമല്ല എവിടെയും ബിസിനസ് ചെയ്യാം. ഒരു മലയാളി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് സത്യസന്ധമായി ഏത് ഇടത്തിൽ ലോകത്ത് എവിടെ പോയി ബിസിനസ് ചെയ്യാനുള്ള കഴിവ് മലയാളിക്ക് നല്ലോണമുണ്ട്. നമ്മൾ ജനിച്ച മണ്ണിൽ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ബിസിനസ്സിൽ വിപുലീകരിക്കാൻ എനിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? സത്യസന്ധമായ ബിസിനസ്സിലെ കളവ് ചതിയോ ഒന്നുമില്ലാതെ എന്ത് കാര്യം കസ്റ്റമറെ ഡയറക്റ്റ് സംസാരിക്കാനും. പണ്ട് കാലത്തൊക്കെ ഞാൻ നേരിട്ട് കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓരോ കസ്റ്റമറും പേരെടുത്ത് എനിക്ക് അറിയാമായിരുന്നു, ഇന്ന കസ്റ്റമർ ഇന്ന ആൾ. അത്രയും അകമഴിഞ്ഞ ബന്ധമായിരുന്നു കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇപ്പോഴും
ഞാൻ എൻ്റെ നമ്പർ തന്നെ എൻ്റെ സൈറ്റിൽ ഡയറക്റ്റ് കൊടുത്തിരിക്കുക. ഏത് കസ്റ്റമർക്ക് എനി ടൈം ഗോപു നന്ദിലത്തിനെ വിളിക്കാം, അവരെ പരാതി ഇനി ഞാൻ കേൾക്കും, അത് പരിഗണിച്ച് കൊടുക്കും. അത് മാത്രമല്ല, കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ മണ്ണ് തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ കുറ്റം പറയാൻ ഒരിക്കലും പാടില്ല. കേരളത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യുന്നത് നമ്മളുടെ കഴിവാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, നമ്മൾ സത്യസന്ധമായ രീതിയിൽ ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം അശ്രംപതി പാലിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഗോപു നന്ദിലത്ത് ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ അത് കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പിന്തുണ, ജനകീയ പിന്തുണ തന്നെ ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഗോപു നന്ദിലത്ത് വ്യക്തമാക്കുന്നത്. തലമുറകളായുള്ള 5 കോടിയിലധികം കസ്റ്റമേഴ്സാണ് ഗോപു നന്ദിലത്ത് എന്ന ഈ പ്രസ്ഥാനത്തെ ഇത്രയും വലുതാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മക്കളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.